ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾക്ക് ഇന്ന് പ്രസക്തിയുണ്ടോ? പ്രത്യേകിച്ചും ഗിരിപ്രഭാഷണം. പ്രായോഗികമല്ലാത്തത് എന്ന് തോന്നുന്ന പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് നൽകിയിരിക്കുന്നത്? ഈ കാലത്ത് ഇവ പ്രായോഗികമല്ല എങ്കിൽ ഇത് എന്നാണ് ഇനിയും പ്രാബല്യത്തിലാകുവാൻ പോകുന്നത്? ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള കണ്ടുമുട്ടൽ ആകസ്മികമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ദൈവവചനം പരിശോധിച്ചാൽ ഓരോ തിരഞ്ഞെടുപ്പും അനാദിയിലെ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവത്തിൻ്റെ സർവജ്ഞാനമാണ് ഈ വിളിക്ക് പിന്നിലുള്ളത്. ആ വിളിയോട് അവർ അതിവേഗം പ്രതികരിച്ചതും നാം സവിശേഷം ശ്രദ്ധിക്കേണ്ടതാണ്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളും 5-ാം അധ്യായത്തിൻ്റെ ഒരു മുഖവരിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മുടെ പല ധാരണകളും തിരുത്തേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. രാജാവായ ക്രിസ്തുവിൻ്റെ വംശാവലി പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ജനനവും കിഴക്ക് നിന്നുള്ള വിദ്വാൻമാരുടെ സന്ദർശനവും നാം പഠിച്ചു. 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷകളും ക്രിസ്തു യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതും നാം കണ്ടു. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചാണ്. തന്നെ പരീക്ഷിച്ച സാത്താനെ തോൽപ്പിച്ച യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഈ ആളുകളെ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ക്രിസ്തു വിളിക്കുന്നതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യേശുവും ഈ ആളുകളുമായി 3 പ്രാവശ്യമെങ്കിലും കണ്ടുമുട്ടുവാൻ ഇടയായി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. ഒന്നാമത് ഇവർ കണ്ടുമുട്ടിയത് യെരുശലേമിൽ വെച്ചായിരുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ 2ാമത്തെ കണ്ടുമുട്ടൽ ഗലീല കടൽക്കരെ വെച്ചായിരുന്നു. അതിൻ്റെ രേഖയാണ് ഇവിടെ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവർ അവനെ ഇതിനു മുൻപ് കണ്ടിരുന്നു എന്നത് തീർച്ചയാണ്. പക്ഷേ അന്ന് അവൻ തന്നോടുകൂടെ ആയിരിക്കാൻ അവരെ ക്ഷണിച്ചില്ല. എന്നാൽ ഇതാ ഇപ്പോൾ ഗലീല കടൽക്കരയിൽ അവൻ അവരെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അനുഗമിക്കുവാനായി അവരെ വിളിക്കുന്നു. തുടർന്ന് നാം കാണുന്നതെന്നാൽ അവർ വീണ്ടും മീൻപിടുത്തത്തിനായി പോയതായിട്ടാണ്. മർക്കോസും ലൂക്കോസും ആ സംഭവത്തിൻ്റെ വിശദവിവരം നമുക്ക് നൽകുന്നുണ്ട്. ഒടുവിലായി അവൻ അവരെ വീണ്ടും വിളിക്കുന്നു. അത് അപ്പസ്തോലത്വത്തിനായിട്ടായിരുന്നു. ഇതിലൊക്കെ അത്ഭുതം എന്തെന്നാൽ ഇപ്രകാരത്തിലുള്ള ആളുകളെ ക്രിസ്തു വിളിച്ചു എന്നതത്രേ. ഈ ശിഷ്യന്മാരെ പോലെ അപൂർണരായ ആളുകളെ കർത്താവ് വിളിച്ചു എന്നത് ഓർക്കുമ്പോൾ എന്നെയും താങ്കളെയും ഉപയോഗിപ്പാൻ അവിടുന്ന് പ്രാപ്തനാകുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ നാം ഏതെങ്കിലും വിധത്തിൽ നാം വിദഗ്ധരായി അല്ലെങ്കിൽ വിശുദ്ധരായിരിക്കണമെന്നില്ല എന്നറിയുന്നത് ഏറ്റവും പ്രോത്സാഹജനകമത്രേ. നിങ്ങളുടെ തൊഴിൽ മീൻപിടുത്തമല്ലാത്ത പക്ഷം ഒരുപക്ഷെ മനുഷ്യരെ പിടിക്കുവാൻ താങ്കളെ ആക്കില്ലെന്ന് വരാം. പക്ഷേ ഏതൊരു തൊഴിലിലായിരുന്നാലും ദൈവത്തിന് താങ്കളെ ഉപയോഗിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ എന്തായിരുന്നാൽ തന്നെയും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് അവയെ സമർപ്പിക്കുമെങ്കിൽ അവൻ അവയെ ഉപയോഗിക്കും.
നമ്മുടെ സമർപ്പണത്തെ അതുപോലെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് എന്തുണ്ടെന്നുള്ളതല്ല, നാം എന്തെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കഴിവുകൾ എന്തായിരുന്നാൽ തന്നെ അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അതിനെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ദൈവം മതിയായവനാണ്. ഞങ്ങളുടെ സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം മരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. എന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് എനിക്കൊരു പ്രോത്സാഹനമാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയില്ലായിരുന്നു. പാട്ട് പാടിയാൽ ഒരു താളവുമില്ലായിരുന്നതിനാൽ മുഷിപ്പായി തോന്നുമായിരുന്നു. പലർക്കുമുള്ള വലിയ വലിയ കഴിവുകളെന്ന് നാം വിശേഷിപ്പിക്കുന്നതൊന്നും ഈ പറഞ്ഞ മനുഷ്യനില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഞങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാക്കൂട്ടം ഉണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം ആരെയെങ്കിലും 2 പേരെ കൂട്ടി അവിടെ ആ പ്രാർത്ഥനയ്ക്ക് എത്തുമായിരുന്നു. ആർക്കും വരുവാൻ സാധിക്കാത്ത വിധം മഴയായിരുന്നെങ്കിലും ഞാനീ പറഞ്ഞ നല്ല മനുഷ്യൻ അവിടെ എത്തുമായിരുന്നു. മിക്കവാറും അദ്ദേഹം ഒരു വലിയ ചൂട്ടുകറ്റയും കൊണ്ടാണ് വരാറുള്ളത്. ഇന്ന് അതങ്ങനെ കാണാറില്ലല്ലോ. പണ്ടൊക്കെ രാത്രിയിൽ വെളിച്ചത്തിനായി ടോർച്ചില്ലായിരുന്നു, ചൂട്ടുകറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഞാൻ മിക്കവാറും ഓർക്കും. ആ നല്ല മനസ്സ്, ചെറുതെങ്കിലും അനേകർക്ക് പ്രയോജനപ്രദമായ ഒരു കഴിവ്. എത്ര വ്യക്തികളെ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? അതൊന്നും ഒരു വലിയ കാര്യമല്ലെന്ന് തോന്നിയേക്കാം, പക്ഷേ അത് അങ്ങനെയല്ല, വലിയ കാര്യമാണ്. നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതത്രേ. അവിടുത്തെ നിയന്ത്രണത്തിൽ നാം എല്ലാം ഒരേ കാര്യമായിരിക്കില്ല ചെയ്യുന്നത്. കാരണം അവൻ നമുക്ക് വ്യത്യസ്തങ്ങളായ വരങ്ങളത്രേ നൽകുന്നത്. ആ ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കേണ്ടതത്രേ. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറ് സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. വളരെ താല്പര്യജനകമായ ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ പറഞ്ഞ ആളുകൾ. നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ അവരെ കുറെ കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രത്യേകിച്ചും മറ്റ് സുവിശേഷങ്ങളിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നാം വരുമ്പോൾ ഒരു കാര്യം ഇവിടെ നാം ഓർക്കേണ്ടത് എന്തെന്നാൽ, ഈ പറയുന്ന സമയത്ത് യേശു ഇസ്രായേലിൻ്റെ വടക്കേ ഭാഗത്തായിരുന്നു. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. എന്താണത്? രാജാവാകുന്ന ഈ വ്യക്തിയിലൂടെ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതത്രേ രാജ്യത്തിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ സുവാർത്ത. അവർ അവനെ അംഗീകരിക്കണം, അവനെ കൈക്കൊള്ളണം. അവൻ അവരുടെ ശാരീരിക രോഗങ്ങളെയും സൗഖ്യമാക്കി. അതേ സുഹൃത്തെ, ആ ദിവസം യേശു ആയിരക്കണക്കിന് ആളുകളെ സൗഖ്യമാക്കി. ആ കാര്യം നാം പ്രത്യേകമായി അറിയണമെന്ന് വിശുദ്ധ മത്തായി ആഗ്രഹിച്ചു. അവൻ്റെ സൗഖ്യമാക്കൽ പ്രവർത്തനം ഏതാനും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല എന്ന് ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതത്രേ. അന്ന് ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ടത്രേ യേശുവിൻ്റെ ശത്രുക്കൾ അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ ചോദ്യം ചെയ്യാതിരുന്നത്. ആരെങ്കിലും 1-2 പേരായിരുന്നില്ല. അവിടെ വന്ന ആവശ്യക്കാരായിരുന്ന എല്ലാവരും, രോഗികളായിരുന്ന എല്ലാവരും സൗഖ്യം പ്രാപിച്ചു എന്നാണ് നാം വായിച്ചത്. 24-ാം വാക്യത്തിലും പിന്നെ 25-ാം വാക്യത്തിലും നാം കാണുന്നത്, അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാൻ അക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഗലീലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് 10 പട്ടണങ്ങൾ അടങ്ങിയ ഒരു ജില്ലയത്രേ ഈ ദെക്കപ്പൊലി. അതുമാത്രമല്ല, പലസ്തീൻ്റെ തെക്കേ അറ്റത്തെ ഭാഗമായ യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആളുകൾ വന്നു.
യോർദാൻ്റെ അക്കരെ നിന്ന് പോലും ആളുകൾ വന്നു എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്നും പുരുഷാരം വന്നുകൂടി എന്നത്ര അർത്ഥമാക്കുന്നത്. പലസ്തീൻ്റെ വടക്ക് ഭാഗത്തായിരുന്നു ക്രിസ്തു അന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ പടിപടിയായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു വിവരണം തരുവാനല്ല വിശുദ്ധ മത്തായി ഈ സുവിശേഷത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്ന കാര്യം ഈ പുസ്തകം പഠിക്കുമ്പോൾ നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. യേശുവിനെ ഒരു രാജാവായി ചിത്രീകരിക്കുകയാണ് വിശുദ്ധ മത്തായി ചെയ്യുന്നത്. ഈ രാജാവിനെയും അവൻ്റെ അവകാശവാദങ്ങളെയും ഇസ്രായേൽ ജാതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ പ്രത്യേക രീതിയാണ് മത്തായി സുവിശേഷകൻ അവലംബിച്ചിരിക്കുന്നത്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത അത്ര ഇത്. അക്കാര്യം മനസ്സിലാക്കാതെ പോയാൽ ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് തന്നെ നാം വ്യതിചലിച്ചു പോകുന്നതാണ്. ഇനിയും ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരും ആസ്വദിക്കുന്ന ഒന്നത്രേ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നതിൽ ആർക്കും തർക്കമില്ല. ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രജകൾക്ക് തങ്ങളോട് തന്നെയും നിയമത്തോടുമുള്ള ബന്ധത്തെ അത്രേ കൈകാര്യം ചെയ്യുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നാം പ്രത്യേകം പഠിക്കുമെങ്കിലും ആദ്യം ഇത് മൊത്തമായും നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും ക്രിസ്തു 4 പ്രഭാഷണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവയിൽ 3 വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി ഗിരിപ്രഭാഷണം, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം എന്നിവയാണത്. രണ്ടാമതായി 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമകൾ. മൂന്നാമതായി ഒലിവുമലയിലെ പ്രഭാഷണം. മത്തായി എഴുതിയ സുവിശേഷം 24, 25 അധ്യായങ്ങളിലാണ് നാം അത് കാണുന്നത്. ഗിരിപ്രഭാഷണം രാജാവിൻ്റെ പ്രകടന പത്രികയാണ്. മനസ്സിലായല്ലോ, പ്രകടന പത്രിക. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം സ്വർഗരാജ്യം എങ്ങനെയായിരിക്കുമെന്നത്രേ ഈ നിഗൂഢ ഉപമകളുടെ പ്രഭാഷണം നൽകുന്നത്. അതായത് 13-ാം അധ്യായത്തിലെ പ്രഭാഷണം നൽകുന്നത്. ഒലിവുമലയിലെ പ്രഭാഷണം ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളത്രേ. ഇതിനൊക്കെ പുറമെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-മതൊരു പ്രഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മധ്യസ്ഥതയുടെയും വെളിച്ചത്തിൽ പുതിയ സത്യങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന അത്രേ. നിങ്ങളും ഞാനും ഈ പറഞ്ഞ ഒടുവിലത്തെ പ്രഭാഷണങ്ങളുമായി സജീവമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഗിരിപ്രഭാഷണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ മറ്റ് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു ഈ ഗിരിപ്രഭാഷണം ഒരിക്കലായി നൽകിയതാണെന്ന് കരുതേണ്ടതില്ല. പല സത്യങ്ങളും ക്രിസ്തു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണമായിരിക്കാം ഗിരിപ്രഭാഷണം. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയപ്പോൾ ഈ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അവൻ തൻ്റെ സുവിശേഷത്തിൽ ചേർത്തിട്ടുള്ളൂ. അതും ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലാകുന്നു അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. തുറന്നു പറഞ്ഞാൽ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മിക്കവാറും ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും വളരെയധികം നമ്മുടെ കർത്താവ് ഈ പറയുന്ന സമയത്ത് നൽകിയിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാൽ തന്നെയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ പഠനത്തിനും അറിവിനും വേണ്ടി നൽകിയിരിക്കുന്ന ഒന്നാകുന്നു എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. ഈ ഭാഗത്തിൻ്റെ മുഖവുരയായി 2 കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും യാഥാർത്ഥ്യമായെന്ന് വരില്ല. 2 എക്സ്ട്രീംസ് ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമായെന്ന് വരില്ല. ഞാൻ ഉദ്ദേശിച്ചത് ദൈവവചനം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരറ്റത്ത് മാത്രം നിൽക്കുന്ന അനേകരെ നമുക്ക് കാണാവുന്നതാണ്. അമിത കൃത്രിപ്പുകാർ ഇടത്തെ അറ്റത്താകുന്നു നിലകൊള്ളുന്നത്. ഇക്കൂട്ടർ ഗിരിപ്രഭാഷണത്തെ സുവിശേഷത്തിൻ്റെ സാരാംശമായി കണക്കാക്കുന്നു. പറഞ്ഞില്ലെങ്കിലും തിരുവചനത്തിലെ പ്രധാനപ്പെട്ട ഒരേ ഒരു ഭാഗമായി നവീകരണവാദി എന്ന് അഭിമാനിക്കുന്ന ദുരുപദേശക്കാർ ഇതിനെ കൈകാര്യം ചെയ്യുന്നു, ലിബറൽസ്. ഒരിക്കൽ വേദപണ്ഡിതനായ ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, ബൈബിളിൽ ഗിരിപ്രഭാഷണം മാത്രം തനിക്ക് മതിയെന്ന്. കുറെ കൂടി കടന്ന്
അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 7:12 പറഞ്ഞിരിക്കുന്ന തങ്കപ്രമാണം മാത്രമാകുന്നു നമുക്കിന്ന് ആവശ്യമെന്ന്. അവിടെ പറഞ്ഞിരിക്കുന്ന അറിയാമല്ലോ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. നമുക്കിന്ന് ആവശ്യമായ തിരുവചനം ഇതാകുന്നു എന്ന് പറയുന്നത് കേൾക്കുവാൻ സുഖമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് ശുദ്ധ അസംബന്ധമത്രേ. ഗിരിപ്രഭാഷണമാകുന്നു തങ്ങളുടെ മതം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നുവോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയുവാനുണ്ട്, അത് പിന്നീടാവട്ടെ. ക്രിസ്തീയ ദൂതിനെ ഗിരിപ്രഭാഷണത്തിൽ മാത്രം ഒതുക്കിക്കളയുന്ന വിഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഇന്നത്തെ നവീകരണക്കാർ, അവർ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. പക്ഷേ ഒരു കാര്യം ദയവായി ശ്രദ്ധിച്ചാലും, ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഗിരിപ്രഭാഷണത്തിൽ കാണുന്നില്ല എന്നതാണ് വാസ്തവം. ഞെട്ടിപ്പോയല്ലേ? ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഈ ഭാഗത്തൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. വിശുദ്ധ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറഞ്ഞത്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും എന്നത്രേ. എന്താണ് ആ സുവിശേഷം? ഗിരിപ്രഭാഷണമാണോ? ഒരിക്കലുമല്ല. സുവിശേഷം എന്താകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നതത്രേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. പ്രിയ സുഹൃത്തെ, ഗിരിപ്രഭാഷണത്തിൽ യഥാർത്ഥ സുവിശേഷം അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് പലർക്കും ഇതൊത്തിരി സുഖകരമായി തോന്നുന്നത്. അതുകൊണ്ടാണ് അനേകരും ഗിരിപ്രഭാഷണത്തെ തങ്ങളുടെ മതമായി അവകാശപ്പെടുന്നതും. അങ്ങനെ വരുമ്പോൾ സംഗതി എളുപ്പമാണല്ലോ. ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്തീയത്വമാകുന്നു അനേകരും ആഗ്രഹിക്കുന്നത്. എളുപ്പമാണ്. അപ്രകാരത്തിലുള്ളൊരു സുവിശേഷം പ്രസംഗിച്ചതിനാൽ സഭകളിൽ മറ്റെന്തിനേക്കാളും അധികം കപടഭക്തിക്കാരെ ഉണ്ടാക്കുവാൻ മാത്രം കഴിഞ്ഞു എന്ന കാര്യം മറക്കരുത്. ഞാൻ ഗിരിപ്രഭാഷണത്താൽ അത്രേ ജീവിക്കുന്നത് എന്ന് പറയുന്നത് വെറും അതിവാക്ക് മാത്രമാണ്. അങ്ങനെ പറയുന്നത് ഒരു വിധത്തിലും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഒരു മനുഷ്യൻ സത്യസന്ധമായി ഗിരിപ്രഭാഷണം വായിച്ചെന്നാൽ താൻ എത്രമാത്രം കുറവുള്ളവനാണെന്ന് ഉടനെ അവൻ മനസ്സിലാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഗിരിപ്രഭാഷണമാകുന്നു ദൈവത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾ അതിൽ കുറവുള്ളവനായി കണ്ടെന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് കരങ്ങൾ നീട്ടിത്തരുവാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ടോ എന്നതാണ് ചോദ്യം. ഗിരിപ്രഭാഷണത്തിലില്ല. ബലഹീനത മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആ നിലവാരത്തിലേക്ക് പിടിച്ചുയർത്തുവാൻ കഴിയുന്ന ആരുണ്ട്? നിങ്ങളുടെ വിശ്വാസം അവനിൽ അർപ്പിക്കുമ്പോൾ കൃപയിൽ താണിറങ്ങി വന്ന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ക്രിസ്തീയ ദൂതിനെ, അതെ, സുവിശേഷത്തെ ഗിരിപ്രഭാഷണമായി ചുരുക്കിക്കളയുന്നതിനെ തിരുവചനം ഒരു വിധത്തിലും ഒരു സാഹചര്യത്തിലും അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ഗിരിപ്രഭാഷണത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത വേറൊരു കൂട്ടരുണ്ടെന്ന സത്യം ഞാൻ വിസ്മരിക്കുന്നില്ല. ആ പറഞ്ഞ കൂട്ടർ ഗിരിപ്രഭാഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഒരുതരം വിപത്ത് പോലത്രേ അവർക്ക് അനുഭവപ്പെടുന്നത്. അതുമായി അവർക്കൊന്നും ചെയ്യുവാനില്ല എന്ന ഭാവം. ധാർമ്മികമായി ഇതിനകത്തേതോ തെറ്റുണ്ട് എന്ന ചിന്തയത്രേ അവർ നൽകുന്നത്. ഗിരിപ്രഭാഷണം ഒരു വിധത്തിലും നാം ഉപയോഗിക്കുവാൻ പാടില്ല എന്നത്രേ ഈ പറഞ്ഞവരുടെ വാദം. അവരുടെ കൂട്ടത്തിലെ ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് അവരുടെ ഇടയിൽ യാതൊരു അർത്ഥവുമില്ല എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് നമുക്ക് വളരെയധികം അർത്ഥമുണ്ട്. അത് നമ്മോട് പറഞ്ഞിട്ടുള്ളതല്ല എങ്കിലും നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു വിഭാഗം അത് മൊത്തമായി തള്ളിക്കളയുവാനാണ് ശ്രമിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തീയ സുവിശേഷം അടങ്ങിയിട്ടില്ല എന്നത് സത്യം തന്നെ.
ദൈവപൈതലായി തീർന്നിട്ടില്ലാത്ത ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ മാനദണ്ഡമായി ഇതിനെ കാണിച്ചു കൊടുക്കുന്നത് പരിതാപകരമാണ്. ഇതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. മനുഷ്യന് ചെന്നെത്തുവാൻ പ്രയാസമായ ഉയരത്തിൽ നിയമത്തെ ഉയർത്തിയിരിക്കുന്നതാണ് ഗിരിപ്രഭാഷണത്തിൽ നാം കാണുന്നത്. അങ്ങനല്ലേ? മനുഷ്യന് ചെന്നെത്തുവാൻ പ്രയാസമായ ഉയരത്തിൽ. പഴയ നിയമത്തിലെ ന്യായപ്രമാണം പോലും പാലിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെ തൻ്റെ സ്വന്തം ശക്തിയാൽ അവന് ന്യായപ്രമാണത്തെക്കാൾ ഉയർന്ന ഗിരിപ്രഭാഷണത്തിലെ നിയമങ്ങൾ പാലിക്കുവാൻ സാധിക്കും? നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ചാട്ടെ. ആത്മാർത്ഥമായി ഇതിനൊരു മറുപടി പറയുവാൻ നിങ്ങൾ ശ്രമിച്ചെന്നാൽ നിങ്ങൾ പറയും, ന്യായപ്രമാണത്തെക്കാൾ കഠിനമേറിയ കാര്യമാണ് ഗിരിപ്രഭാഷണത്തിൽ എന്ന്. ഒരു വിധത്തിലും ഒരു ന്യായീകരണം കൊണ്ടുവന്ന്, നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് ഇതിനെ നാം വിലയിടിച്ച് കാണിക്കുവാൻ പാടില്ല. അതിൻ്റേതായ അർത്ഥത്തിൽ അതിനെ കാണുമ്പോൾ തീർച്ചയായും ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെന്താണ് ഇത് പഠിപ്പിക്കുക മൂലം നമ്മുടെ കർത്താവ് ഉദ്ദേശിച്ചത്? അതാണ് വിഷയം. അതുപോലെ തന്നെ സത്യമായ ഒരു കാര്യം എന്തെന്നാൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രവർത്തന രീതി യഥാർത്ഥത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കാണുന്നില്ല. ഇത് നമുക്കൊരു സദാചാര സംഹിത നൽകുന്നുണ്ട്, പക്ഷേ അതിനുള്ള ഊർജത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്താലുള്ള ശക്തിയാൽ ക്രിസ്തീയ ജീവിതം നയിക്കാമെന്നുള്ള സത്യം ഈ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്നില്ല. അതിനാൽ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാത്ത പ്രമാണങ്ങൾ ഇതിൽ കാണുന്നുവെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇതെന്തൊരു ദുരുപദേശമാണ്. നിങ്ങൾ അങ്ങനങ്ങ് മുദ്രയടിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് തുടർന്ന് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ വായിച്ചു കേൾക്കുന്നതായ പഠിപ്പീര് ഗിരിപ്രഭാഷണത്തിൽ താങ്കൾക്ക് കാണുവാൻ സാധ്യമല്ല. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. എന്നാൽ ഗിരിപ്രഭാഷണത്തിൽ അതേക്കുറിച്ച് ഒന്നും കാണുന്നില്ല. ക്രിസ്ത്യ ജീവിതത്തിന് വിരുദ്ധമല്ലാത്ത ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങളും അനുഷ്ഠാനങ്ങളും ഗിരിപ്രഭാഷണത്തിൽ ഉൾക്കൊള്ളൂ എന്നത് വാസ്തവമാണ്. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സിനെ പ്രകടമാക്കുന്ന ഭാഗമാകും. അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ ഒരു അനുയായിക്കും ഉണ്ടായിരിക്കേണ്ട മനസ്സ് അല്ലെങ്കിൽ ഭാവം. ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഉന്നതമായ പ്രമാണങ്ങൾ പഠിച്ച് ഗ്രഹിക്കുന്നത് ഒരു ദൈവവൈതലിന് പ്രയോജനകരമാണ്. എന്നാൽ സ്വന്തം കഴിവിൽ ജീവിത നിലവാരത്തിൽ അത്രത്തോളം ഉയർന്നു ചെല്ലുവാൻ ഒരു വ്യക്തിക്കൊരിക്കലും സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ട ശക്തിക്കായി നാം വേറെ എവിടെയെങ്കിലും പോകേണ്ടിയിരിക്കുന്നു. ഗിരിപ്രഭാഷണത്താൽ നാം കാണുന്നത് മനോഹരമായ ഒരു ഇലക്ട്രിക് ബൾബാണ്. എന്നാൽ അതിനെ പ്രകാശിപ്പിക്കുവാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു ജനറേറ്റർ അവിടെ കാണുന്നില്ല. ബൾബല്ല യഥാർത്ഥ സംഗതി. അതിൽ നിന്നും ലഭിക്കുന്ന പ്രകാശമത്രേ പ്രധാനപ്പെട്ടത്. പ്രകാശം തരാത്ത ഒരു ബൾബ് സാധാരണ നാം ആരും സൂക്ഷിക്കാറില്ലല്ലോ. രാജ്യത്തിൻ്റെ നിയമം മനുഷ്യരുടെ മുൻപിൽ വയ്ക്കുകയാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശം. തന്നെ വെളിപ്പെടുത്തുവാൻ വന്ന ഒരു രാജാവിനെക്കുറിച്ചത്രേ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ അതിൻ്റെ മുന്നോടിയായിരുന്നു. രാജാവ് തന്നെ അനുഗമിക്കുവാൻ ശിഷ്യന്മാരെ വിളിക്കുകയും ഇപ്പോൾ അവൻ തൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് രാജാവിൻ്റെ നയപ്രഖ്യാപനവും സമാധാന പ്രഭുവിൻ്റെ പ്രസംഗപീഠവും ആകുന്നു എന്നോർക്കണം. ഇത് നിയമമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ നടപ്പാക്കുന്ന നിയമം ഇതായിരിക്കും. അന്ന് ഇത് പൂർണ്ണമായും ഫലപ്രദമായിരിക്കും. ക്രിസ്തു ആളത്വമായി ഈ ഭൂമിയിൽ വാഴും. അന്ന് അവൻ ഇതിലെ ഓരോ വാക്കുകളും പ്രാവർത്തികമാക്കും. അവസാനം ഭരിക്കുവാൻ അധികാരമുള്ളവൻ വരുമ്പോൾ ഗിരിപ്രഭാഷണം നിലവിൽ വരും. അതുകൊണ്ട് ക്രിസ്തുവിനെ ഇന്ന് കർത്താവെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ഗിരിപ്രഭാഷണം നിഷേധിക്കുവാൻ അല്ലെങ്കിൽ അവഗണിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നെനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്ന ഒരു ദൈവ പൈതൽ തീർച്ചയായും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാൻ ശ്രദ്ധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ അവനവ അനുസരിക്കുവാൻ കഴിയുകയുള്ളൂ.
മത്സരബുദ്ധിയും ശത്രുതയുമുള്ള ഒരു ജനത്തിന്മേൽ ഗിരിപ്രഭാഷണം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമെന്ന് മാത്രമല്ല, തെറ്റായ കാര്യവും കൂടിയാണ്. ദൈവകൃപയുടെ സുവിശേഷത്തിന് മാത്രമേ അവരെ ക്രിസ്തുവിനോട് അനുസരണമുള്ളവരാക്കി തീർക്കുവാൻ കഴിയൂ. മനുഷ്യരെ ദൈവത്തോട് അനുസരണമുള്ളവരാക്കി തീർക്കേണ്ടതിനാണ് ഗിരിപ്രഭാഷണം നൽകിയിരിക്കുന്നത് തന്നെ. മനുഷ്യഹൃദയങ്ങളിൽ പാപബോധം വരുത്തുന്നതിലേക്ക് ഗിരിപ്രഭാഷണം പ്രസംഗിച്ചേ മതിയാകൂ, സംശയമില്ല. തങ്ങൾ പാപം ചെയ്തു എന്നും നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നും മനുഷ്യരെ ബോധവാന്മാരാക്കുവാൻ ഈ രേഖകൾ മതിയായവയാണ്. ഈ ഗിരിപ്രഭാഷണത്തിലെ തത്വങ്ങൾ സ്വീകരിക്കുവാനും മറ്റ് തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ അവലോകനം ചെയ്യുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവും ഒരു വിശാലമായ കാഴ്ചപ്പാടും ഇത് നമുക്ക് നൽകും. ഉദാഹരണമായി, യേശു കൊലപാതകത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും പറയുന്ന നിർവചനം ഇവിടെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. 2 കൽപ്പനകളെ എടുത്ത് ക്രിസ്തു വളരെയധികം ഉയർത്തിക്കാണിക്കുന്നു. കൊല ചെയ്യരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇത് രണ്ടും മാത്രമാണോ അവൻ ഉയർത്തിക്കാണിക്കുന്നത്? അതിനുള്ള ഉത്തരം വ്യക്തമാണല്ലോ. ഇവ രണ്ടും മാത്രമേ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വാസ്തവത്തിൽ ഓരോ കൽപ്പനയും വളരെ ഉയർന്ന ഒരു നിലയിലേക്ക് ക്രിസ്തു ഉയർത്തിയിരുന്നു. അവന് അങ്ങനെ ഉയർത്താമായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് മോശയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പറയാമെങ്കിൽ, അതിനേക്കാൾ 10 മടങ്ങ് പ്രയാസമുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ ഗിരിപ്രഭാഷണം മൂലം നീതീകരിക്കപ്പെടുക എന്നുള്ളത്. സ്വന്തം ജീവിതത്തിൽ ഈ 2 കൽപ്പനകൾ, അതായത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. ഗിരിപ്രഭാഷണമാണ് തങ്ങളുടെ മതമെന്ന് ഭക്തിയോടെ പറയുന്നതായ ആളുകൾ അത് വളരെ ഭംഗിയായി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. ലേശം പോലും അവരെ അത് ബാധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഗിരിപ്രഭാഷണമാകുന്നു നിങ്ങളുടെ മതമെങ്കിൽ അത് പാലിക്കുന്നുവെന്ന് എത്രയും വേഗം നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് നിയമത്താൽ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ ഗിരിപ്രഭാഷണത്തെ സത്യസന്ധമായി വീക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരു രക്ഷകനെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. വലിയ പ്രമാണങ്ങളും ഉന്നതങ്ങളായ ലക്ഷ്യങ്ങളും ഗിരിപ്രഭാഷണം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു. നാം അവയെ അറിയണം. പക്ഷേ നാം എത്രമാത്രം കുറവുള്ളവരാകുന്നു എന്ന് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ നാം അത് ഏറ്റുപറഞ്ഞ് നമ്മെ സഹായിക്കുവാൻ ശക്തനായവെങ്കിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അപ്രകാരം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അരക്ഷിതാവസ്ഥയിലും പീഡനങ്ങളിലും വേദനകളിലും കഴിയുന്ന ഒരു ജനതയുടെ ഇടയിലേക്കാണ് ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സന്ദേശവും അതിൻ്റെ ശക്തിയുമായി കടന്നു ചെന്നത്. ഇന്നും ദൈവത്തിൻ്റെ മുൻഗണന എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നാം പഠിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഇതിനെ കേവലം ഒരു ധർമ്മസംഹിതയോ നല്ല ജീവിതത്തിനുള്ള ഉപദേശങ്ങളായോ മാത്രം കാണുന്നതിലെ അപകടത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. മനുഷ്യൻ്റെ പാപബോധത്തെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ ഉന്നതമായ നീതി പ്രമാണമാണിതെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും മാത്രമേ ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കൂ എന്നും നാം തിരിച്ചറിയണം. പ്രാർത്ഥനയോടും തുറന്ന ഹൃദയത്തോടും കൂടെ ഈ ഗൗരവമേറിയ വചനഭാഗം നമുക്കൊരുമിച്ച് പഠിക്കാം.